പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഹല്ലേലൂയ. ഈ സർദീസ് സഭയോട് പറയുന്ന ദൂതാണിത്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വിവിധ മഹിമകളോടുകൂടെയാണ് ഈ സഭയ്ക്കുള്ള ദൂത് ആരംഭിക്കുന്നത്. വെറും 6 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന ദൂത് നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവനരുളി ചെയ്യുന്നത്. ഓരോ സഭയ്ക്കും കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് സഭയുടെ നിലവാരമനുസരിച്ചാണ്. ജീവനുള്ളതെന്ന് പേരുണ്ടെങ്കിലും ഈ സഭ നാം നോക്കുമ്പോൾ മരിച്ച സഭയാണ്. ഈ സഭയ്ക്കെതിരെ എന്താണ് കർത്താവ് കുറ്റം ആരോപിക്കുന്നത്? നോക്കൂ, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അതായത് പാപത്തിൻ്റെ പരിണിത ഫലമാണ് മരണം. പ്രീതിമക്കളെ, ജീവനുണ്ടെങ്കിലും മരിച്ചവരായ ചിലരെ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം നാം നോക്കുമ്പോൾ, അതായത് നമ്മൾ മുടിയനായ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആ അപ്പൻ്റെ ഇളയ മകനെ കുറിച്ച് 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ഈ സർദീസ് സഭയെ നാം നോക്കിയാൽ പീഡനമേൽക്കാത്ത സഭയാണ്. ഒരു സഭയുടെ ഉണർവ് കാണണമെങ്കിൽ നാം പീഡനങ്ങളും ഉപദ്രവങ്ങളും ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഓരോ വിശേഷതകളും പ്രിയമക്കളെ സഭയിൽ ഉണ്ടാകുന്ന പീഡനങ്ങൾ വർദ്ധിക്കുമ്പോഴാണ്. ഹല്ലേലൂയ. നാം ഉണരണം, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഹല്ലേലൂയ. നാം എന്തിനാണ് ഉണരേണ്ടത്? അതായത് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി നാം ഉണരണം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നാം ഉണർന്നിരിക്കണം. ദുരുപദേശത്തിനെതിരെ നാം ഉണരണം. കർത്താവിൻ്റെ വരവിനായിട്ട് നാം ഉണർന്നിരുന്ന് കാത്തിരുന്ന് പ്രാപിക്കണം. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് നാം ഉണർന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ പലതിലൂടെയും കടന്നു പോകുവാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 3-ാം വാക്യം പറയുന്നുണ്ട്, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവിൽ നിന്ന് ഹല്ലേലൂയ ചിലതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാം കർത്താവിൽ നിന്ന് എന്തെല്ലാം ആഗ്രഹിക്കുന്നോ, എന്തെല്ലാം നാം പ്രതീക്ഷിക്കുന്നോ, അതുപോലെ തന്നെയാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. പൂർണ്ണതയുള്ള പ്രവൃത്തിയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഹല്ലേലൂയ. നാം പൂർണ്ണതയുള്ളവരാകണം. എന്തിലെല്ലാം? നോക്കൂ, നമ്മുടെ നടപ്പില്, നമ്മുടെ വിശുദ്ധ ജീവിതത്തില്, നമ്മുടെ വഴികളില്, സൽപ്രവൃത്തികളില്, വിശ്വാസത്തില്, ദൈവസ്നേഹത്തില്, ഇവയിലെല്ലാം നാം പൂർണ്ണതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. നാം എത്രമാത്രം ഉന്മേഷത്തോടും ഉണർവോടും കൂടിയാണ് ആദ്യകാലങ്ങളിലായിരുന്നത്. അതായത് വിശ്വാസ മാർഗത്തിൽ കടന്നു വന്നപ്പോഴുണ്ടായിരുന്ന ആ ഉണർവ് ഇപ്പോഴും നമ്മിൽ ഉണ്ടോ? ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. നാം ഉണർന്നെങ്കിൽ മാത്രമേ ഈ ദിവസങ്ങളിൽ സാധിക്കുകയുള്ളൂ. പ്രിയ മക്കളെ, നാം ഉണരുന്നവരായിരിക്കണം. ഉറക്കമെല്ലാം മാറ്റിവെച്ച് ദൈവസന്നിധി ഉണർന്നിരുന്ന് നാം പ്രാർത്ഥിക്കേണ്ട സമയങ്ങളാണ് ഇപ്പോൾ. ഹല്ലേലൂയ. നാം പ്രാപിച്ചെടുത്തത് കാത്തു സൂക്ഷിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. നാം പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യണം. ഹല്ലേലൂയ. ദിനംതോറും മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ ഉണ്ടാകണം. പ്രിയ മക്കളെ, നാം ഉണരണം. കർത്താവ് ഏത് നാഴികയിൽ വരുമെന്ന് അറിയാത്തതിനാൽ നാം ഉണരണം. ഹല്ലേലൂയ. കർത്താവ് കള്ളനെ പോലെ വരും. നാം ഉണരാതിരുന്നാൽ അത് അറിയുകയില്ല. ഹല്ലേലൂയ. കർത്താവുമായിട്ട് നിരന്തരമായ ബന്ധമുണ്ടെങ്കിൽ നാം കർത്താപ്പച്ചൻ വരുന്നത് അറിയും.
ഹാലലിയ. വിശ്വസ്തരായവരെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയുകയുമില്ല, മറന്നു കളയുകയുമില്ല. ഹാലലിയ. 4-ാം വാക്യം നാം നോക്കുമ്പോൾ അതിൽ കാണുവാൻ സാധിക്കുന്നു, എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസിൽ നിനക്കുണ്ട്. ഹാലലിയ. നോക്കൂ, വിശ്വസ്തരായവരെയാണ് ഉടുപ്പ് മലിനമാകാത്തവരെന്ന് വിശേഷിപ്പിക്കുന്നത്. ഹാലലിയ. നിന്റെ വസ്ത്രം എപ്പോഴും വെള്ളയായിരിക്കട്ടെ എന്ന് സഭാപ്രസംഗി 9:8 പറഞ്ഞിട്ടുണ്ട്. പ്രിയ മക്കളെ, നമുക്കറിയാം, ജോസഫിനെ നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. തൻ്റെ സ്വന്തം വസ്ത്രം നഷ്ടപ്പെട്ടപ്പോഴും ഹാലലിയ താൻ ജീവിത വസ്ത്രം മാലിന്യപ്പെടുത്തിയില്ല. ഹല്ലേലൂയ. സർവീസ് സഭയിലും സ്വന്തം വസ്ത്രം മാലിന്യപ്പെടുത്താതെ സൂക്ഷിച്ചവരുണ്ടായിരുന്നു. അതായത് കുറെ പേർ ഉണ്ടായിരുന്നു. ഹാലലിയ. അവർക്ക് കർത്താവ് നൽകുന്ന പ്രതിഫലമാണ് വെള്ളയുടുപ്പ്. ഹാലലുയ. എന്നോടുകൂടെ അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും, ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ഹാലലുയ. നോക്കൂ, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. വെള്ളയുടുപ്പ് എന്താണ് പ്രീതി മക്കളെ? യോഗ്യതയെ കാണിക്കുന്നത്. ഹാലലൂയ. നാമും കളങ്കം പറ്റാതെ ലോക ഇച്ഛകളിൽ പോകാതെ യോഗ്യതയുള്ളവരായി നടന്നാൽ വെള്ളയുടുപ്പ് ധരിച്ച് കർത്താവിനോട് കൂടെ നിത്യതയിൽ കാണുവാൻ സാധിക്കും. ഹാലലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ ഹാലലൂയ മാലിന്യപ്പെട്ടു പോകാതെ ലോക ഇച്ഛകളിൽ നടക്കാതെ പ്രിയ മക്കളെ, ദൈവം ഹാലലൂയ കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്നറിഞ്ഞ് നാം അതുപോലെ നടക്കണം. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാ പറഞ്ഞേ, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ഹാലലൂയ. നോക്കൂ, ജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. നോക്കൂ, പേരെഴുതിയത് മായ്ച്ചു കളയാതെ നാം സൂക്ഷിക്കണം. ഹല്ലേലൂയ. അത് മായ്ച്ചു കളയും. നാം പുറപ്പാട് പുസ്തകം 32:33 നോക്കുമ്പോൾ, പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരു വിശ്വാസി എന്താ പാപത്തോടെ പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്തു നിൽക്കേണ്ടതാണ്. ഹല്ലേലൂയ. നോക്കൂ, കർത്താവ് പറയുന്നത്, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന എവനെയും സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയും. ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിലല്ല നാം ആകേണ്ടത്, ഏറ്റുപറയുന്നവരുടെ കൂട്ടത്തിൽ നാം ആയിരിക്കണം. ഹല്ലേലൂയ. നാം നമ്മുടെ ജീവിതത്തിൽ ഈ ഭൂമിയിലുള്ളപ്പോൾ കർത്താവിനെ ഏറ്റുപറഞ്ഞാൽ കർത്താവ് നിത്യത മുഴുവൻ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മുടെയും ഹല്ലേലൂയ നമ്മോട് കൂടെ ഇരുന്ന് നമ്മോട് ഏറ്റുപറയുന്ന ഒരു ദിനം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം അതിനു വേണ്ടി കാത്തിരിക്കണം. ഹല്ലേലൂയ. സർവീസ് സഭയിൽ പറയുകയാണ്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധി നാം ചെയ്യുന്ന പ്രവൃത്തികൾ പൂർണ്ണതയുള്ളതായി തീരുവാൻ നാം നമ്മെ തന്നെ ദൈവം മുമ്പാകെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു. അവരവരെ തന്നെ ഒന്ന് കണ്ടുണരുവാൻ, കുറവുകൾ മനസ്സിലാക്കുവാൻ, ഈ ദിവസങ്ങളിൽ കർത്താവെ ഉണർന്നിന്ന് പ്രാർത്ഥിപ്പാൻ ഹല്ലേലൂയ ദൈവം സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, സഭയിൽ കർത്താവിനെ ഉയർത്തുന്നവരായി തീരട്ടെ. കർത്താവെ, ഹല്ലേലൂയ, ലോക ഇച്ഛകളിൽ നിന്നെല്ലാം വിടുവിച്ച് അങ്ങയുടെ നാമം മഹത്വീകരിപ്പാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. അപ്പന്റെ കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.